ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഐസി പരുന്നിനെ കണ്ടിട്ട് പറയുന്നതാണിത്. നമ്മളിപ്പോൾ പോകുന്നത് ബ്രദറിൻ്റെ വൈഫ് പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പക്ഷേ എന്താ പറയുക, നോർമൽ ഡെലിവറി അല്ല, സിസേറിയനാണ്. പെൺകുഞ്ഞാണ് ജനിച്ചത്. അപ്പം നമ്മൾ ഇവിടെ മട്ടന്നൂർ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ BP കൂടിയിട്ട് പരിയാരം മെഡിക്കൽ കോളേജ്, കണ്ണൂരിലുള്ള ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ഉണ്ട്, ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. അപ്പോൾ അവിടത്തേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായത്. അങ്ങനെ അവിടെ നിന്നാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ബ്രദർ ഉണ്ടായിന്, മൂത്ത ബ്രദറും രണ്ടാളും ഉണ്ടായിന്. അവർ രണ്ടാളും അങ്ങാണുള്ളത്, ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഓട്ടോയിലാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അവളതിപ്പം BP കൂടി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് തടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് BP കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിന്. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ BP കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നേരെ നിങ്ങളിപ്പം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മട്ടന്നൂരിൽ നിന്ന് പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടിയാണ്. അങ്ങനെയാണ് അടുത്തേക്ക് പോയത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇന്ന് രാവിലെ 10 മണിക്കാണ്, അതായത് 11/11/2024 അങ്ങനത്തെ ആ ഡേറ്റാണ് വരുന്നത്, രാവിലെ 10 മണി. അങ്ങനെ അതുകൊണ്ട് ഇതാ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. നമ്മൾ പോകുന്നത് നമ്മളെ നാട്ടിൽ നിന്ന്, അതായത് മരുതായിൽ നിന്ന് മണ്ണൂർ വഴി, പിന്നെ ഇരിക്കൂർ, ശ്രീകണ്ഠപുരം, തളിപ്പറമ്പ്, അങ്ങനെ ഇവിടത്തേക്ക് പെരിയാരം മെഡിക്കൽ കോളേജ് അങ്ങനെയാണ് എത്തുക. അപ്പോൾ അതിലൂടെയാണ് പോകുന്നത്. നമ്മൾ കണ്ണൂർ റൂട്ട്, ആ റൂട്ടിലൂടെയല്ല പോകുന്നത്, ഈ റൂട്ടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ ശ്രീകണ്ഠപുരമാണ് ഉമ്മാൻ്റെ വീട്, തറവാട്, നമ്മളെ തറവാട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുമെങ്കിൽ ഞാനിതിൽ കാണിച്ച് തരാം. പക്ഷേ നാട് മാത്രമേ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറച്ച് വേറെ റൂട്ടാണ് ഇവരെ ഉമ്മാൻ്റെ തറവാട് വരുന്നത്. അതുകൊണ്ട് ആ നാടൊക്കെ കാണിച്ചു തരാം ഞാൻ. എൻ്റെ ഉമ്മാക്ക് 3 മക്കളാണ്. അതായത് ഇളയ ആൾ ഞാനും 2 എൻ്റെ മൂത്ത ബ്രദർമാരുമാണ്. അപ്പോൾ ബ്രദർമാർ, അവരിൽ രണ്ടാമത്തെ ആളെ ഭാര്യയാണ് പ്രസവിച്ചത്. മൂത്ത ആളത് 2 പെൺപിള്ളേരാണ്. അപ്പോൾ എനിക്ക് 2 ആമക്കളും, ഇപ്പം ജനിച്ചതും പെൺകുഞ്ഞ് തന്നെ. അപ്പോൾ 2 ആമക്കൾക്ക് പെൺകുഞ്ഞുങ്ങളും, പെണ്ണായ എനിക്ക് ആമക്കളാണ് ജനിച്ചത്. നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോൾ കുറച്ച് എന്താ പറയുക, ഫോണിൽ പകർത്തിയിട്ടുണ്ടായിന്. അതിലുള്ള കുറച്ച് വീഡിയോസാണ് ഞാനിപ്പോൾ ഇതിലിട്ടിട്ടുണ്ടായത്. ഇനിയും കുറേ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഫുള്ള് ലോങ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പായിരിക്കും എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഷോർട്ടായിട്ട് ഇടുക. ഇതിന് നമ്മളെ നാട്ടിലുള്ള പൊന്നൂസ് ഓട്ടോ, അതായത് പ്രശാന്ത് ഏട്ടൻ്റെ ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ എന്താ പറയുക, ഇതിൽ പാട്ട് വെച്ചിട്ടുണ്ട്, അതിന് കോപ്പിറൈറ്റ് വരുമോ? വലിയ മ്യൂസിക്കൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട്. പിന്നെ ഇത് നല്ല പ്രകൃതി ഭംഗിയായ സ്ഥലം കണ്ടപ്പോൾ നല്ലോണം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലേറ്റായി പോയിട്ടുണ്ട് അതിന് പോകുമ്പോഴേക്ക്. അപ്പോൾ 11:35 രാവിലെ നമ്മൾ പോയിട്ട് 1 മണിക്കാണ് അവിടെ എത്തിയത്. അപ്പോൾ അതായത് അത്രയും കിലോമീറ്റർ ഉണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. പെരിയാരം മെഡിക്കൽ കോളേജാണ് ഏറ്റവും വലിയ ഹോസ്പിറ്റൽ നമ്മൾ കണ്ണൂരിൽ വെച്ചിട്ട്. അപ്പോൾ അവിടത്തേക്കാണ് മാറ്റിയിട്ടുണ്ടായത്, അവിടത്തേക്കാണ് പോകാൻ പറഞ്ഞത്. ആദ്യം അമ്മയും കുഞ്ഞിലേക്ക് പോയിട്ടുണ്ടായിന്. അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലുണ്ട്, EK നാനാർ പറശ്ശിനിക്കടവ്, അവിടെയാണ് പോയിട്ടുണ്ടായിന് ഫസ്റ്റ് പറഞ്ഞപ്പോൾ. പക്ഷേ അവിടെ അതിൻ്റെ ഫെസിലിറ്റി ഇല്ല, നേരെ പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ബ്രദറിൻ്റെ കാറിൽ അവരെല്ലാവരും കൂടിയിട്ട് പോയിട്ടുണ്ടായതിന്. അങ്ങനെ അവിടെ അഡ്മിറ്റാക്കി. പിറ്റേ ദിവസം രാവിലെ പ്രസവിച്ചതല്ല, സിസേറിയനായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. ആകെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിന്. അപ്പോൾ എല്ലാവരും പേടിച്ച് പോയി, എന്താണ് ഇങ്ങനെയെന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. പെട്ടെന്ന് BP കൂടുതലോക്ക് പൊതുവേ ചെറിയൊരു BP ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഇതിപ്പം ഭയങ്കരമായിട്ട് ലോ ആകുന്നില്ല, ഫുള്ളായിട്ട് ഹൈ പ്രഷറായിപ്പോയി. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്തിട്ട് കുഞ്ഞിനെ ഇത് എടുക്കണമെന്നും പറഞ്ഞ് അങ്ങനെയെല്ലാം ആയതുകൊണ്ട് എന്താ പറയുക, ആകെ എല്ലാവരും പേടിച്ചിട്ടുണ്ടായിന്. പിന്നെ ആകെ ഒരു മോളേ ഉള്ളൂ അവൾ, വേറെ ആരും ബ്രദറോ വേറെ സിസ്റ്ററോ ഒന്നുമില്ല. ഓളുമ്മാക്കും ഇതേപോലെ തന്നെ ഓൾ ഒറ്റൊരാളേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ എന്താ പറയുക, വേറെ ആരും ഇല്ലല്ലോ അവർ കൂടെ പോകാൻ. അപ്പോൾ എൻ്റെ ബ്രദറും പിന്നെ മൂത്ത ബ്രദറും എല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായത്. അവർ നമ്മളെയൊന്നും കൂട്ടിയിട്ടില്ല. അതിൽ പിന്നെ കാറിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ എല്ലാവരും കൂടി. അതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസമായി പോകാൻ. അവൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ കൂടിയിട്ടാണ് BP നല്ലോണം കൂടിയത് എന്നും പറയുന്നുണ്ടായി.
അപ്പോൾ അതുകൊണ്ടാണ് അമ്മയും കുഞ്ഞിൽ കണ്ടിട്ട് തന്നെ പേടിച്ചിട്ടായിരിക്കും അവർ. പിന്നെ അവിടെ രാത്രിയിലാണ് പോയത്. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നേരെ അവിടത്തേക്ക് പോയതുകൊണ്ട് ഒരു എന്താ പറയുക, പെരിയാർ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു സേഫായി, നമുക്കൊരു സമാധാനമായി. കാരണം അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടല്ലോ. അങ്ങനെ പ്രസവിച്ച് എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ നമുക്കെല്ലാവർക്കും സമാധാനമായിട്ടുണ്ടായത്. അതുവരെ എന്താ പറയുക, എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലായിരുന്നു. അവളെ കുടുംബക്കാരും നമ്മളെ കുടുംബക്കാരും എല്ലാവരും കൂടി ടെൻഷൻ അടിച്ചിട്ടുണ്ടായിന്. ബാക്കി നമുക്ക് എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫും ഞാനെല്ലാം പ്രസവിച്ചത് നോർമൽ ഡെലിവറിയാണ്. പിന്നെ പറശ്ശിനിക്കട അമ്മയും കുഞ്ഞിലുമാണ്. പിന്നെ അങ്ങനെയാണ് ഓളെയും അവിടത്തേക്ക് ആക്കിയിട്ടുണ്ടായത്. മട്ടന്നൂർ എച്ചൻസിയിലും കാണിച്ചിട്ടുണ്ടായത്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ അടുത്തേക്ക് മാറ്റിയിട്ട് അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചത്. കാണിക്കാമെന്നല്ല, BP കുറയാത്തതുകൊണ്ട് അങ്ങനെ പോയതാണ്. പക്ഷെ അവിടെ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങ് പോയത്. എന്നിട്ട് എല്ലാവരും പറഞ്ഞ പെരിയാർ മെഡിക്കൽ കോളേജല്ല, അപ്പോൾ അവിടെ നല്ല ഡോക്ടേഴ്സും നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. നന്നായി എന്നെല്ലാം പറഞ്ഞു എല്ലാവരും. പിന്നെ നമ്മളെ നാട്ടിലുള്ള കുറേ ആൾക്കാർ ഭാര്യമാർ പ്രസവിച്ചത് അവിടെ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞു. ഇതേപോലെ സേഫായിട്ട് നിങ്ങൾക്ക് പ്രസവിക്കാനും എന്തിനും ഏറ്റവും നല്ല സേഫായിട്ടുള്ള ഡോക്ടർമാരൊക്കെ അവിടെയാണ് ഉണ്ടാകുക പറഞ്ഞിട്ടാണ് എന്താ പറയുക, അപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അങ്ങനെ ഇതാ ശ്രീകണ്ഠപുരം എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായി. അപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഉണ്ടായി. എന്നാന്നറിയില്ല, അവിടെ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലോക്ക് ഉണ്ടായത്. അങ്ങനെ അത് ശ്രീകണ്ഠപുരമൊക്കെ കഴിഞ്ഞ് ഇനി തളിപ്പറമ്പാണ് എടുത്തേണ്ടത്. തളിപ്പറമ്പ് എത്തിയിട്ടാകുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റോപ്പിലാണ്, തളിപ്പറമ്പിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് പിന്നെ പെരിയാർ മെഡിക്കൽ കോളേജ്. പയ്യന്നൂരിൻ്റെയും തളിപ്പറമ്പിൻ്റെ ഇടയിലാണ് ഇത് വരിക. അങ്ങനെ മെഡിക്കൽ കോളേജ് റോഡ് എത്താനായി. ഇവിടുത്തെ റോഡാണെങ്കിൽ 4 വർഷം എങ്ങാനായി. പിന്നെ റോഡ് പണി തുടങ്ങിയിട്ട് 4 വരി പാത എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിന്. പക്ഷേ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. ഫുള്ളും മണ്ണും പൊടിയും ഒന്നും പറയണ്ട, ആകെ ഇടങ്ങാറായിട്ടുണ്ടായിന്. ഈ വണ്ടി ഓട്ടുന്നവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുക. അപ്പോൾ ഇത് നല്ല പാലമല്ലേ, ഇത് നല്ല പാലമുണ്ട്. ഇവിടെ എത്താൻ നോക്കുമ്പോൾ വലിയ പാലമുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഉപ്പ എന്തോ പറയുന്ന കേട്ടാണ്. അപ്പോൾ എനിക്കങ്ങനെ അറിയാൻ പാടില്ല. അത് പാലത്തിൻ്റെ പേരൊന്നും എനിക്ക് കിട്ടുന്നില്ല. പിന്നെ നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമെല്ലാം ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായത്. പക്ഷേ റോഡിൻ്റെ അവസ്ഥ കൊണ്ട് എൻ്റെ ഫോൺ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടുണ്ടായി. പിന്നെ ഓട്ടോയിലായതുകൊണ്ട് പിന്നെ കാറ്റും വെയിലും വെളിച്ചവും എല്ലാം കൊണ്ടിട്ട് തന്നെ പോയിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന ഒരാളാണ് ഞാൻ. തീരെ ദൂരെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഓട്ടോയിലായതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം പിന്നെ ശീലമായി, അങ്ങനെ പോയി ശീലമായതുകൊണ്ട് പിന്നെ ഇപ്പം പ്രശ്നമില്ല. അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് 4 വരി പാത വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, അതാണ് ഈ റോഡ്. പക്ഷേ എന്താ പറയുക, നോക്കിയേ റോഡിൻ്റെ ഒരു അവസ്ഥ. ഇത്രയും വർഷങ്ങളായിട്ട് റോഡിൻ്റെ പണി തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരവസ്ഥ ചിന്തിച്ച് നോക്കാനേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമ്മളെ റോഡിൻ്റെ അവസ്ഥ. നമ്മളെ പിന്നെ ചെറിയ റോഡാണ്, വലിയ സാധാരണ ഒരു ചെറിയൊരു ഇതല്ലേ ആ റോഡാണെന്ന് വിചാരിക്കുക. ഇതിപ്പം വലിയ എല്ലാ ഇതും മംഗലാപുരത്തേക്ക് പോകുന്നതും എന്താ പറയുക, അടുത്ത ജില്ലയിലേക്കെല്ലാം പോകേണ്ട ഒരു റോഡല്ലേ, വലിയ റോഡുമല്ല. അപ്പോൾ 4 വരി പാത ഇതുവരെ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതായിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, സൂപ്പർ റോഡായിരിക്കും. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് എത്തുകയും ചെയ്യും. ഇത് പിന്നെ ഇങ്ങനത്തെ റോഡെല്ലാം ആയതുകൊണ്ടാണ് എന്താ പറയുക കുറച്ച് ടൈം എടുക്കുന്നത് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല വെയിലും ഉണ്ടായിന്, മഴയൊന്നുമില്ല, നല്ല വെയിലുമായിരുന്നു, അതിൻ്റേതായ ചൂടും ഉണ്ടായിന്. അങ്ങനെ ഇതാ മെഡിക്കൽ കോളേജ് റോഡ് കയറി. എനിക്കിങ്ങനെ വലിയ ഹോസ്പിറ്റലെല്ലാം വരുമ്പോൾ എന്തോ ഒരു പേടിയാണ്, എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ടൊരു പേടിയാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ജനങ്ങളും ഉണ്ട്. നമുക്കാണെങ്കിൽ ടോക്കനല്ല, നമുക്ക് കയറാനുള്ള ടിക്കറ്റ്, അങ്ങനെ 4 ടിക്കറ്റ് എടുത്ത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടായിന്. പിന്നെ ലിഫ്റ്റ് ഉണ്ടായി, അത് രോഗികൾക്ക് മാത്രമെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വെച്ചിട്ട് നമ്മൾ കയറിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഇങ്ങനെ നടക്കുന്ന സ്ഥലമുണ്ട്, പിന്നെ സ്റ്റെപ്പും ഉണ്ട്. നമ്മളിങ്ങനെ നടക്കുന്ന ഈ ഒരു സ്ഥലത്തിലോട്ടാണ് വന്നത്. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പം എന്താ പറയുക, ICUവിൻ്റെ പുറത്ത് ഉമ്മയും എന്താ പറയുക ബ്രദറിൻ്റെ വൈഫിൻ്റെ ഉമ്മയും അമ്മായിയും അവനും ബ്രദറും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ പോയിട്ട് എന്താ പറയുക, ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കാരണം കുഞ്ഞിനെയും കണ്ടിട്ടില്ല, അവളെയും കണ്ടിട്ടില്ല, 2 ICUവിലാണുള്ളത്. ഇനിയിപ്പോൾ നാളെയോ എപ്പോഴാണോ അവർ പുറത്തിറങ്ങുന്നത് അങ്ങനെ വരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവരെയും കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരിക ചെയ്തത്. അപ്പോൾ ആകെ ഒരു ഇതായിപ്പോയി, ബുദ്ധിമുട്ടായിപ്പോയി. ഇത്രയും വന്നിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാവും വേറെ തന്നെ സങ്കടമായിപ്പോയി. ഇതാണ് അങ്ങനെ ഇതാ മെഡിക്കൽ കോളേജാണ്, വണ്ടി പോകാനുള്ള വണ്ടി പാർക്കിങ്ങിൻ്റെ സ്ഥലമെല്ലാണ്. അപ്പോൾ ഇതങ്ങനെ നമ്മളിതാ തിരിച്ച് പോവാണ്.
മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റാണ് ഇത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മളിതാ പോവാണ്. പിന്നെ ഇതാ നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോൾ വീഡിയോ എടുത്തു. പിന്നെ തട്ടുകട പോലത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിന്ന് ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചായ കുടിക്കാൻ കയറിയതാണിത്. അപ്പോൾ മസാല വട, എന്താ പറയുക, ഉഴുന്ന് വടയും രണ്ടും കൂടിയിട്ട് ഉള്ളിവടയും കൂടി മിക്സായ പോലത്തെ വടയാണ് അത് കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ മധുരമുള്ള പരിപ്പിൻ്റെ ആ വടയും കഴിച്ചിട്ടുണ്ടായിന്. സുഖിയൻ, പക്ഷെ ചെറുപയർ കൊണ്ടല്ല, ഇത് അവർ ഉണ്ടാക്കിയത് പരിപ്പ് കൊണ്ടാണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഉച്ചക്ക് ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് നമ്മളതും കഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഇതാ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ പിന്നെ വന്നത്. അങ്ങനെയാണ് ICUവിൽ ഇറക്കിയിട്ടുണ്ടായത്. പിന്നെ അതുവരെ കുഞ്ഞും അവളും ICU തന്നെയായിരുന്നു. കുഞ്ഞ് വേറെ NICUവിലും അവൾ ICUവിലാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇതായത് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം അവന് എൻ്റെ മൂത്ത ബ്രദർ ഉണ്ടായിരുന്നു. അവൻ്റെ കാറിലാണ് നമ്മൾ വരുന്നത്, കാറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാ ഒരു ഉച്ച ടൈമൊക്കെ ആയിന്. പിന്നെ ഉപ്പൊക്കെ ചെറിയൊരു പരിപാടി ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരമ്പലത്തിൽ എന്താ പറയുക പരിപാടി ഉണ്ടായിരുന്നു തോന്നുന്നു. ഫുൾ ആൾക്കാരുണ്ടായിന്. രാത്രിയിലാണെങ്കിൽ ഈ ഡെക്കറേഷൻ ബൾബൊക്കെ കത്തിയിട്ട് നല്ല രസമുണ്ടാവാനും കാണാൻ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. എന്താണ് പരിപാടി ഒന്നും അറിയില്ല. അവിടെ എന്തെങ്കിലും ഉത്സവം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പറശ്ശിനിക്കടവ് അമ്പലമല്ല, അതിൻ്റെ കുറച്ച് ഇപ്പുറത്തുള്ള വേറൊരു ചെറിയൊരു അമ്പലം പോലത്തെ സ്ഥലമുണ്ട്. അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കനാൽ പോലത്തെ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇഷ്ടംപോലെ വണ്ടികളും എല്ലാം നിർത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് യാത്ര ചെയ്യുമ്പോൾ നന്ദിലത്ത് ജീമാട്ട് എന്ന് പറഞ്ഞാൽ അത് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോയിൽ. അപ്പോഴേക്കും കാറ് സ്പീഡിൽ വിട്ടിട്ടുണ്ടായിന്. ഇതാണ് പറശ്ശിനിക്കടവ് പാലം. എന്ത് ഭംഗിയാ നോക്കിയാലേ, നല്ലൊരു സ്ഥലം. ഇവിടെ നിന്നൊക്കെ നല്ല എന്താ പറയുക നല്ല പിക്കുകളുടെ അടുത്ത് അടിപൊളിയായിരിക്കും. നല്ല വൃത്തിക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല, ഞാനിങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോ ഉള്ളൂ. പിന്നെ നമ്മളിതാ തളിപ്പറമ്പിലെത്തിയിട്ട് ഇവിടുന്ന് കുഞ്ഞിക്കുള്ള ഐറ്റംസ്, ബേബിക്കുള്ള എന്തെങ്കിലും നല്ല എന്താ പറയുക നല്ല എന്തെങ്കിലും ഡ്രസ്സ് പിന്നെ എന്തെങ്കിലും ഐറ്റംസ് എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു ഷോപ്പ് നോക്കിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങിയിട്ടില്ല, അങ്ങനെയുള്ള ഷോപ്പ് നോക്കലാണ്. അങ്ങനെ എന്താ പറയുക ചെറിയൊരു നല്ലൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ നല്ലതല്ല. ഇവിടെയെല്ലാം എങ്ങനെയാണ് റേറ്റെല്ലാം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പിന്നെ ക്വാളിറ്റി മസ്റ്റാണ് ബേബിൻ്റെ ആകുമ്പോൾ. പിന്നെ റേറ്റൊന്നും നമ്മൾ നോക്കണ്ടേ, അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ നല്ല ഏതെങ്കിലും നല്ല ഷോപ്പ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടായിന്. നമ്മൾ തളിപ്പറമ്പെന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ആകുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റംസ് എല്ലാം ഉണ്ടാവും. പിന്നെ പുതിയ മോഡലെല്ലാം ആയിരിക്കും. ബേബിക്ക് എന്ത് മോഡലാണെന്ന് വിചാരിക്കും, പക്ഷേ അങ്ങനെയല്ല, നല്ലൊരു ക്വാളിറ്റി ഐറ്റംസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഇരിക്കൂർന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ അപ്പോഴത്തേക്ക് എന്താ പറയുക ടൈം അങ്ങ് കഴിയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടതാണ്. അങ്ങനെ ഷോപ്പ് ഓരോരോ ഷോപ്പ് കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു ഷോപ്പ് കണ്ടിട്ട് അതിൽ അങ്ങനെ ബേബി ഡോൾ എന്ന് പറഞ്ഞ ഷോപ്പാണ് നമ്മൾ കയറിയിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ നല്ല മക്കളുടെ എല്ലാ ഐറ്റംസും, ഷൂസ് ആയിക്കോട്ടെ, ഇപ്പം മക്കളായിക്കോട്ടെ ആമക്കളായിക്കോട്ടെ എല്ലാ ഐറ്റംസ്, പിള്ളേരുടെ മാത്രമേ ഇവിടെ ഉള്ളൂ, വലിയ ആൾക്കാരുടെ ഒന്നുമില്ല. പിന്നെ ബെഡ് അതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബെഡ് വാങ്ങിക്കാമെന്ന് ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ ബ്രദർ ആ സമയത്ത് വിളിക്കുന്നുണ്ടായി. ഞാൻ പറഞ്ഞു ഇങ്ങനെ ബെഡ് നീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ വാങ്ങിച്ചിട്ട് നീ വാങ്ങിക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ടില്ല. ഡ്രസ്സ് ഞാൻ നോക്കലാണ്. അപ്പോൾ നല്ല പെൺപിള്ളേർ നല്ല ഐറ്റംസ് എല്ലാം കണ്ട്. പക്ഷെ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ എന്താ പറയുക ഡ്രൈ ഷീറ്റും പിന്നെ വൈപ്സ്, പൗഡർ, സെബാമെഡിൻ്റെ പൗഡർ, അങ്ങനത്തെ എല്ലാം സോപ്പ് അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന്. പിന്നെ റായി, അതായത് എൻ്റെ മറ്റേ ബ്രദറിൻ്റെ വൈഫാണില്ല, അവൾ വാങ്ങിച്ചത്. പിന്നെ ഉമ്മയും ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ എന്തായാലും വീട്ടിലെല്ലാം വന്നിട്ടാകുമ്പോൾ എന്തായാലും വാങ്ങിക്കുമല്ലോ വെച്ചിട്ട് ബാക്കിയെല്ലാ ഐറ്റംസും വാങ്ങിച്ച്. ഡ്രൈ ഷീറ്റും പിന്നെ സോപ്പ്, പൗഡർ, തൊപ്പി, പിന്നെ എന്താ പറയുക കയ്യൊറ കാലോറ അതെല്ലാം ഇല്ലേ, എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ എന്താ പറയുക അവിടുന്നാകുമ്പോൾ നല്ല ഐറ്റംസ് ഉണ്ടായിന്, നല്ല ക്വാളിറ്റി, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഈ പെമ്പിള്ളേർ എല്ലാ ഐറ്റംസ് എന്ത് രസമാണെന്നറിയോ, അതെല്ലാം കാണുമ്പോഴാണ് എന്താ പറയുക എല്ലാ ഐറ്റംസ് വാങ്ങിക്കാൻ തോന്നും. പക്ഷെ ഭയങ്കര റേറ്റ് ആയിരിക്കും പെമ്പിള്ളേർ എല്ലാത്തിനും. പിന്നെ എനിക്ക് പെണ്ണില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം. ഇപ്പം എത്ര പെൺകുട്ടികൾ ജനിച്ചാലും അത്ര ഇഷ്ടമാണ്. ഞാൻ പറയും എത്ര പെൺകുട്ടികളായിനോ അത്രയും നല്ലതല്ലെന്ന് പറയാം. എൻ്റെ പെങ്ങൾക്കും എന്താ പറയുക ഒരു കുഞ്ഞ് മോളാണ്. പിന്നെ അതുപോലെ ബ്രദറിനും 2 പെണ്ണാണ്. പിന്നെ ഇപ്പോഴത്തെ ബ്രദറിൻ്റെ ഓള് പ്രസവിച്ചതും ഒരു പെണ്ണാണ്. അപ്പോൾ ഞാൻ പറയാം എത്ര പെണ്ണ് വന്നാലും നല്ലതല്ലേന്ന് പറയും.
ഇത് ഐജിനെ കൊണ്ട് ഉപ്പ നടക്കുന്നുണ്ട്. ഇതങ്ങനെ ഇതാ ബേബിനെ നമ്മൾ കണ്ടു. എന്താ പറയുക, ജസ്റ്റ് കാണാനേ പറ്റിയിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ കാണിക്കൂല, മെഡിക്കൽ കോളേജല്ലേ, പിന്നെ കുഞ്ഞിക്കും എന്തെങ്കിലും ഇത് വരേണ്ട, ഇൻഫെക്ഷനൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ പുറത്താക്കൂല. അങ്ങനെ ഇതാ ഹോസ്പിറ്റലിൻ്റെ ഉള്ളാണിത്. പിന്നെ ഇതാ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നടക്കേണ്ട ഒരു ഇതുണ്ട് പറഞ്ഞില്ലേ, അങ്ങനെ ഇതിലൂടെ നമ്മൾ നടന്നിട്ട് അങ്ങനെ പോവാന്ന്. പിന്നെ ഇതാ എത്രയോ നിലയുണ്ട്, എത്ര നിലയാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ 5ാം നിലയിലാണ്. പ്രസവത്തിൻ്റെ അങ്ങനെ ഗർഭിണികളെ അങ്ങനെയെല്ലാം 5ാം നിലയിലാണ് ഉള്ളത്. 5ാം നിലയിൽ 510 വാർഡ് എന്ന് പറയാം, അവിടെയാണ് ഉണ്ടായത്. അങ്ങനെ ഇത് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് 7 മണി ആയിട്ടുണ്ടായിന്. പുറത്തിറങ്ങുമ്പോഴാണ് അതിൻ്റെ എന്താ പറയുക, രാത്രി അതിനെന്ന് അറിയുമോ, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വെളിച്ചവും ആൾക്കാരെല്ലാം ഉള്ളതുകൊണ്ട് എത്ര ടൈമായി ഒന്നും അറിയില്ല. പിന്നെ കുഞ്ഞുമക്കളുടെ കരച്ചിൽ അതെല്ലാം കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഒരു സന്തോഷം കാണാനുള്ള. അങ്ങനെ ഇതാ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു പ്രതിമ എന്താ പറയുക, ഇവർ ശില്പം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്ന വ്യക്തിയുടെ രൂപമാണിത്. അപ്പോൾ ഹിപ്പോക്രാറ്റീസ് അങ്ങനെയാണ് പേര് കാണുന്നത്. അപ്പോൾ ഫാദർ ഓഫ് മെഡിസിനാണ്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് ഉണ്ടായത്. പോകുമ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക, തട്ടുകടയിൽ ഇതുപോലെ ചെറുതായിട്ട് ഫുഡെല്ലാം കഴിച്ചതിന് വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഇത്രയും ലോങ്ങായിട്ട് യാത്ര ചെയ്തതല്ലേ, ലോങ് യാത്ര കഴിഞ്ഞിട്ടുള്ളതല്ല, അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഒന്നും ഉണ്ടാക്കാനൊന്നും കഴിയില്ലെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.